ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്ന ഒരു കാലത്ത് നമ്മൾ പ്രായമോ നമ്മളുടെ വിദ്യാഭ്യാസമോ ഒന്നും ഒരു കാര്യമല്ല. നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജിയിൽ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രായമോ നമ്മൾ എന്ത് പഠിച്ചു എന്നതോ ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും വളർന്നിരിക്കുന്ന കാലത്ത് നമ്മൾ ChatGPT, ഓപ്പൺ AI അതുപോലെയുള്ള പല സംഭവങ്ങൾ വളരെയധികം മുന്നേറുന്ന ഈ ഒരു കാലത്ത് നമുക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു പ്രോഗ്രാം വളരെയധികം നല്ലതാണ്. ഞാനും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റോബോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡാഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സർക്യൂട്ട് വെച്ചിട്ടാണ് ഞാനും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൊജക്ട്സ് കുട്ടികളെ ഇങ്ങനെ ഈ ഒരു ടെക്നോളജിയിലേക്ക് വരുന്നതിന് പ്രൊജക്ട് എക്സ് പോലെയുള്ള പ്രോഗ്രാംസ് വളരെ നല്ലതാണ്. ഞാൻ 8 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സർക്യൂട്ട്സ് വെച്ചിട്ട് ചെയ്തു നോക്കി. അപ്പോൾ അഡാഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ടൊരു സർക്യൂട്ട് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ ഒരു സർക്യൂട്ട് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ റോബോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തു. സെൻസേഴ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു കോഡിങ്ങിൽ നിന്നുള്ള പാഷൻ. അങ്ങനെ ഗെയിംസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അവർക്കും വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാ എന്ന ഒരു ആശയത്തിൽ വന്നു. അപ്പോൾ എനിക്ക് 10 വയസ്സായപ്പോഴാണ് ഞാൻ ABC കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ABC കോഡേഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കാനഡയിലൊരു ഓഫീസ് ഉണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക അതുപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഞങ്ങൾക്കുണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ പ്രൊജക്ട് എക്സ് പോലെയുള്ള പ്രോഗ്രാംസ് വളരെയധികം നല്ലതാണ്. ഈ ഒരു ഹോഗർ ടെക്സ്പോ പോലെയുള്ള പ്രോഗ്രാംസ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരും. ഇങ്ങനെ കോഡിങ്ങിൽ അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് ഇൻട്രസ്റ്റ് വരും. ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് സംഭവങ്ങൾ ചെയ്തു നോക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. Thank you very much for giving me this opportunity, Hogart Expo. Thank you. ഓക്കെ, മാസ്റ്റർ അമീൻ അവിടെ തന്നെ നിൽക്കുക. ഒരു മൊമെൻറ്റോ തരാനുണ്ട്. ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ, പ്രൊജക്ട് എക്സ് CEO മുഹമ്മദ് ഷമീം, മുഹമ്മദ് അമീൻ്റെ ഫാദറും സ്റ്റേജിലേക്ക് കടന്നു വരാം. നമ്മുടെ അമീൻ്റെ ഫാദർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. കാരണം ഇവനെ ഈ രൂപത്തിൽ ഇത്ര ചെറുപ്പത്തിൽ ഒരു എൻ്റർപ്രനറാക്കി മാറ്റുന്നതിൽ തൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ പങ്ക് വലുതൊന്നുമല്ല. ഒരു കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് എത്താൻ കഴിയില്ല, ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ ആ ഉപ്പ, അദ്ദേഹത്തിൻ്റെ ഫാദർ, എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുന്നേ എയർപോർട്ടിൽ വെച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് കേട്ടു. ഒന്ന് വിളിച്ചു. ഇവർ 2 പേരും ആ എയർപോർട്ടിൽ വന്നു. അന്നൊരു ചെറിയൊരു ഇൻ്റർവ്യൂ അവനുമായിട്ടുണ്ടായിരുന്നു. ഞാനത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ താല്പര്യം ഉണ്ടാവും, അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്. മോന് എത്രാം ക്ലാസ്സിൽ നിന്നാണ് സ്കൂളിൽ പോക്ക് നിർത്തിയത്? നോർമൽ സ്കൂളിങ് ഞാൻ 2ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിർത്തിയതാണ്. സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം 2ൽ നിർത്തിയത്. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? തൊമ്പുരാനെ, എനിക്ക് പേടിയാണ്. അവരിപ്പോൾ നിർത്തും. മക്കളെ, നിർത്തുമ്പോൾ ഇത് ബാക്കിയും കൂടി കേൾക്കണം. നിർത്തിക്കോ. പക്ഷെ സ്കൂൾ നിർത്തിയെന്നാണ് പറഞ്ഞത്, പഠനം നിർത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും പ്രിയപ്പെട്ട മക്കളെ 5ൽ നിർത്തിയതാണ് സ്കൂളിൽ പോക്ക്. ഞാൻ പോയിട്ടില്ല, പക്ഷെ പഠനം നിർത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ 2ൽ നീ സ്കൂളിൽ പോക്ക് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്ത്? എന്നിട്ട് ഓൺലൈനിൽ പഠിക്കായിരുന്നു. ഓൺലൈനിൽ സ്വന്തമായിട്ട് പഠിച്ചു. അപ്പോൾ ഓൺലൈനിൽ 2ാം ക്ലാസ്സുകാരൻ ഓൺലൈനിൽ പഠിക്കണമെങ്കിൽ എഴുത്തും വായനയും ഇംഗ്ലീഷൊക്കെ എങ്ങനെ പഠിച്ചോടാ? ഇംഗ്ലീഷ് നമുക്ക് പലതും വീഡിയോ കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സ്വന്തം വീഡിയോ കണ്ടു പഠിച്ചു. എക്സലൻറ്റ്. അങ്ങനെ കണ്ടുപഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ ബിസിനസ്സിലേക്ക് എങ്ങനെ ഇറങ്ങി?
ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഓൺലൈനായിട്ട് ചെറിയ ക്ലാസ്സസ് എടുക്കുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം കൂട്ടുകാർക്ക് എടുത്തിട്ടാണ് ഈ ഒരു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മേഖലയിൽ വാപ്പ എന്തൊക്കെ ചെയ്തു തന്നു? എന്നെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത് വാപ്പയാണ്. അപ്പോൾ അതുപോലെയുള്ള പല സപ്പോർട്ടും എനിക്ക് തന്നത് വാപ്പയാണ്. സാധാരണ ഒരു മകന് കൊടുക്കുന്നതിലപ്പുറം നിങ്ങളുടെ മകന് നിങ്ങൾ എന്താ കൊടുത്തത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാ കുട്ടികളും ടാലൻറ്റഡ് ആണ്. ഒരു കുട്ടി പോലും ടാലൻറ്റഡ് അല്ലായിട്ടില്ല. അപ്പോൾ നമ്മൾ പാരൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, നല്ല ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ഇതിൽ ഞാൻ അമീന് കൊടുത്ത നല്ല കോൺഫിഡൻസ് ആണ്. അതോടുകൂടി തന്നെ ഒരുപാട് പരാജയങ്ങൾ നമ്മൾ കുട്ടികളിൽ കാണും. കുട്ടികളെല്ലാവരും ഒറ്റ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ലൈറ്റ് കത്തുന്ന പോലെ വിജയിക്കുകയൊന്നുമില്ല. ഒരുപാട് പരാജയങ്ങൾ. അപ്പോൾ നമ്മൾ തന്നെ ആദ്യം ഈ അഡാഫ്രൂട്ടിൻ്റെ സർക്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. അമീൻ അഡാഫ്രൂട്ടിൻ്റെ സർക്യൂട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അമീൻ അതൊരു പള്ളിപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു രസകരമായൊരു ടോയ് ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തു, സപ്പോർട്ട് ചെയ്തു. അതാണ് ചെയ്തത്.